പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് 450 യാത്രക്കാരെ ബന്ദികളാക്കി. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ തട്ടിയെടുത്തത്. ട്രെയിനിലെ 6 സുരക്ഷാ ജീവനക്കാരെ വധിച്ചെന്നും സൈനിക ഇടപെടൽ ഉണ്ടായാൽ ബന്ദികളെയെല്ലാം കൊല്ലുമെന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഭീഷണി മുഴക്കി. വി.കെ. സുഹൈൽ ചേരുന്നു. സുഹൈൽ, കൂടുതൽ വിവരങ്ങൾ. ഏറ്റവും സങ്കീർണമായ ഒരു ഭൂപ്രദേശത്താണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതിനിടയിൽ ഒരു തുരങ്കത്തിനുള്ളിലാണ് ഇപ്പോൾ ട്രെയിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പത്രക്കുറിപ്പ് അല്ലെങ്കിൽ അവരുടെ ഭീഷണി സന്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ 6 സൈനികരെ തങ്ങൾ വധിച്ചു, 100ഓളം പേർ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നു. ഈ ഭീഷണി സന്ദേശത്തെ അടിസ്ഥാനമാക്കി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളും അതേപോലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ആളുകളെയും ഈ സൈന്യം വിട്ടയച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 100ഓളം പേർ മാത്രമാണ് അവരുടെ ബന്ദികളായിട്ടുള്ളത് എന്നും അവർ ഈ സൈന്യവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴും സൈന്യത്തിന് ഇപ്പോഴും അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചുറ്റും പർവ്വത നിരകളാണ്, അതിനുള്ളിലുള്ള ഒരു തുരങ്കത്തിനുള്ളിലാണ് ഈ ട്രെയിൻ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും കുറേയേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അവർ ആരൊക്കെയാണ്, അവരെ പുറത്തെത്തിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോഴും പാകിസ്ഥാൻ സർക്കാർ ഇവർ ബന്ദികളാണ് എന്നുള്ള കാര്യത്തെ സ്ഥിരീകരിക്കുന്നില്ല. കാരണം അവർ ഒരു ബ്ലാക്ക് മെയിൽ സന്ദേശമാണ് ഈ നൽകുന്നത്. ഇത്രയും ആളുകൾ ഇപ്പോഴും ഇവരുടെ കൈകളിലില്ല എന്നുള്ളൊരു സൂചനയാണ് പാകിസ്ഥാൻ സൈന്യവും അതേപോലെ തന്നെ പാക് സർക്കാർ നൽകുന്നത്. ഈ ഒരു ബ്ലാക്ക് മെയിലിന് കീഴടങ്ങില്ല സർക്കാർ എന്നുള്ള സന്ദേശം കൂടി സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ എത്ര പേരാണ് ഇപ്പോഴും ഈ BLAയുടെ കൈകളിലുള്ളത്, അതേപോലെ എത്ര പേർ അവരെ വിട്ടയച്ചു എന്നുള്ളതിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. 450ൻ്റെയും 500ൻ്റെയും ഇടയിലുള്ള യാത്രക്കാരാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത്. 9 കോച്ചുകളായിരുന്നു. ഈ ട്രെയിൻ പോകുന്നതിനിടയിൽ പാളത്തിന് മുമ്പിൽ സ്ഫോടനം നടത്തിക്കൊണ്ട് ആണ് ഈ ട്രെയിനെ പിടിച്ചു നിർത്തത്. അതിനുശേഷം ഈ ആക്രമണം നടത്തിയ ആളുകൾ, തോക്കുധാരികളായിട്ടുള്ള ആളുകൾ ട്രെയിനിലേക്കുള്ളിലേക്ക് കയറുകയും അതേപോലെ തന്നെ ട്രെയിൻ നിയന്ത്രിച്ചിരുന്ന ജീവനക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ആളുകളെ ബന്ദികളാക്കിയത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സ്ത്രീകളെയും കുട്ടികളെയും അതേപോലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ജീവിക്കുന്ന ആളുകളെയും അവരെ തെരഞ്ഞുപിടിച്ച് അവർ മോചിതരാക്കിയിട്ടുണ്ട്. 100ഓളം പേർ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ കൈകളിലുള്ളത് എന്നാണ് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരി സുഹൈൽ.